വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ബയോ ഇൻഫോർമാറ്റിക്സ് നോക്കാം. ആദ്യം ബയോളജിക്കൽ ഡാറ്റാ ബേസസ് ആണ്. അതിൽ പറയുന്നത് ലോകമെമ്പാടുള്ള ഗവേഷകർക്ക് ഉപയോഗിക്കാനായി വലിയ അളവിലുള്ള ജൈവിക വിവരങ്ങൾ സൂക്ഷിക്കുന്ന ഡിജിറ്റൽ ശേഖരങ്ങളാണ് ഡാറ്റാ ബേസുകൾ. ഇനി അത് ഏതൊക്കെ രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാ ബേസുകൾ, പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാ ബേസുകൾ, പിന്നെ പ്രോട്ടീൻ ഘടനാ ഡാറ്റാ ബേസുകൾ. ഇനി ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഡാറ്റാബേസുകൾ എന്ന് പറഞ്ഞാൽ EMBL, അതായത് യൂറോപ്യൻ മോളിക്യുലാർ ബയോളജി ലബോറട്ടറിയാണ്. ഇതിൻ്റെ ഫുൾ ഫോം പഠിക്കണം. പിന്നെ ജെൻബാങ്ക് ആണ് DDBJ. DNA ഡാറ്റാ ബാങ്ക് ഓഫ് ജപ്പാൻ, അതിൻ്റെ ഫുൾ ഫോം പഠിക്കണം. പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസുകൾ എന്ന് പറയുമ്പോൾ പ്രാഥമിക ഡാറ്റാബേസുകളാണ് PIR, പ്രോട്ടീൻ ഇൻഫർമേഷൻ റിസോഴ്സ്, സ്വിസ് പ്രോട്ട്, ഇതും പഠിച്ചിരിക്കണം. ദ്വിതീയ ഡാറ്റാബേസുകൾ, അതായത് പ്രോട്ടീൻ കുടുംബങ്ങൾ, പ്രവർത്തനപരമായ ഭാഗങ്ങൾ എന്നിവയൊക്കെ സൂക്ഷിക്കുന്ന പ്രോസൈറ്റ്. ഇനി പ്രോട്ടീൻ ഘടന ഡാറ്റാ ബേസുകൾ എന്ന് പറയുമ്പോൾ പ്രോട്ടീനുകളുടെയും ന്യൂക്ലിയിക് ആസിഡുകളുടെയും ത്രിമാന ഘടനകൾ സൂക്ഷിക്കുന്ന PDB, അതായത് പ്രോട്ടീൻ ഡാറ്റാ ബാങ്ക്. ഇനി ഡാറ്റ മൈനിങ്ങും സീക്വൻസ് വിശകലനവും എന്താ നോക്കാം. ഡാറ്റ മൈനിങ് ആൻഡ് സീക്വൻസ് അനാലിസിസ്, അതായത് അസംസ്കൃത ഡാറ്റയിൽ നിന്ന് അർത്ഥവത്തായ ജൈവിക വിവരങ്ങൾ പുറത്തെടുക്കാൻ പ്രത്യേക കമ്പ്യൂട്ടേഷൻ ടൂളുകൾ വേണം. അതിൽ ഒന്നാമത്തെ ഏതാണ് പറയുന്നത്? ഡാറ്റ മൈനിങ് ആണ്. ഡാറ്റ മൈനിങ് എന്ന് പറയുമ്പോൾ വലിയ ജൈവിക ഡാറ്റാ ബേസുകൾ, അതായത് ബയോളജിക്കൽ ഡാറ്റാബേസിൽ നിന്ന് പാറ്റേണുകളും പ്രയോജനപ്രദമായ വിവരങ്ങളും കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ് ഇത് ഡാറ്റ മൈനിങ് എന്ന് പറയുന്നത്. ഇനി സിമിലാരിറ്റി സെർച്ചുകൾ ഏതൊക്കെയാ നോക്കാം. ബ്ലാസ്റ്റ്, ഫാസ്റ്റ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന ടൂളുകൾ ഉപയോഗിച്ച് അജ്ഞാതമായ ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ അമിനോ ആസിഡ് സീക്വൻസുകളെ ഡാറ്റാബേസിലെ അറിയപ്പെടുന്ന സീക്വൻസുകളുമായിട്ട് നമുക്ക് ഇവിടെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സീക്വൻസ് അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ പരിണാമപരമോ അല്ലെങ്കിൽ ഘടനാപരമോ ആയ ബന്ധങ്ങൾ തിരിച്ചറിയുന്നതിനായി DNA, RNA അല്ലെങ്കിൽ പ്രോട്ടീൻ സീക്വൻസുകളെ പാരലലായിട്ട് ഈ ക്രമീകരിക്കുക, അറേഞ്ച് ചെയ്യുന്നതാണ് ഇത് സീക്വൻസ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഗ്ലോബൽ അലൈൻമെൻറ്റ് ഉണ്ട്, ലോക്കൽ അലൈൻമെൻറ്റ് ഉണ്ട്, പെയർ വൈസ് വേഴ്സസ് മൾട്ടിപ്പിൾ സീക്വൻസ് അനാലിസിസ് ഉണ്ട്. ഗ്ലോബൽ അലൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ സീക്വൻസുകളിലെ എല്ലാ ഭാഗങ്ങളും തുടക്കം മുതൽ ഒടുക്കം വരെ ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. ലോക്കൽ അലൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ വലിയ സീക്വൻസുകൾക്കുള്ളിലെ സമാനതകളുള്ള ഭാഗങ്ങൾ മാത്രം കണ്ടെത്തുന്നു. ഇനി പെയർ വൈസ് വേഴ്സസ് മൾട്ടിപ്പിൾ സീക്വൻസ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരേ സമയം രണ്ടോ അതിലധികമോ സീക്വൻസുകൾ താരതമ്യം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. മോളിക്യുലർ ഫൈലോജനി ആൻഡ് ടൂൾസ് എന്താ നോക്കാം. ഫൈലോജനറ്റിക് അനാലിസിസിൽ തന്മാത്ര ഡാറ്റ ഉപയോഗിച്ച് ജീവികളുടെ പരിണാമ ചരിത്രം, അതിൻ്റെ ബന്ധങ്ങൾ, ഇതൊക്കെ പുനർനിർമ്മിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി വിശകലന ടൂളുകളും പ്രോഗ്രാമുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ റാസ്മോൾ, RASMOL ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോട്ടീനുകളുടെയും ന്യൂക്ലിയിക് ആസിഡുകളുടെയും ത്രിമാന ഘടനകൾ കാണാൻ ഉപയോഗിക്കുന്ന മോളിക്യുലാർ ഗ്രാഫിക്സ് പ്രോഗ്രാമാണ് ഇത് റാസ്മോൾ എന്ന് പറയുന്നത്. ക്ലസ്റ്റൽ എന്താണ്? ഇത് ഒന്നിലധികം സീക്വൻസുകൾ ഒരുമിച്ച് അലൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ഓമിക്സ്, അതിൻ്റെ ശാഖകൾ, പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫാർമക്കോകിനോമിക്സ്, ഫാർമക്കോകെനോമിക്സ് ഒരു വ്യക്തിയുടെ ജനിതക ഘടന മരുന്നുകളോടുള്ള അവരുടെ പ്രതികരണത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കുന്നതാണ് ഇത് ഫാർമക്കോകിനോമിക്സ് എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്ക്രിപ്റ്റോമിക്സ് എന്ന് പറയുന്നത് എന്താ നോക്കാം. മൊത്തത്തിലുള്ള mRNA ട്രാൻസ്ക്രിപ്റ്റുകളുടെയും ചെറിയ തന്മാത്ര മെറ്റബോലൈറ്റുകളുടെയും പഠനമാണ് ഇത് ട്രാൻസ്ക്രിപ്റ്റോമിക്സ് എന്ന് പറയുന്നത്. ഇനി ജെനോമിക്സ്, സ്ട്രക്ചറൽ ജീനോമിക്സും ഫങ്ഷണൽ ജെനോമിക്സും ആണ് വരുന്നത്. ജീൻ ഫൈൻഡിങ് ആൻഡ് ജീനോം അനോട്ടേഷൻ എന്ന് പറയുന്നത് DNA സീക്വൻസുകളിൽ ജീനുകളുടെ സ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും കണ്ടെത്തുകയും അവ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇത് ജീൻ ഫൈൻഡിങ് ആൻഡ് ജീനോം അനോട്ടേഷൻ. ഇനി SNP എന്താ നോക്കാം. വ്യക്തികൾ തമ്മിലുള്ള DNA വ്യത്യാസങ്ങൾ പഠിക്കുന്നത് വഴി രോഗസാധ്യതകളും ജനിതക സവിശേഷതകളും മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതൊന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ റാസ്മോൾ, ക്ലസ്റ്റൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ഫാസ്റ്റ, ബ്ലാസ്റ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോസൈറ്റ്, സ്വിസ്പ്രോട്ട്, PIR ഫുൾ ഫോമുകളൊക്കെ പഠിക്കണം. ജെൻബാങ്ക്, EMBL, DDBJ എല്ലാം പഠിക്കണം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.